അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ആക്ഷൻ കൗൺസിൽ പ്രതിനിധി ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഈ അനുമതി നിഷേധിക്കുന്നതിലൂടെ എന്താണ് വ്യക്തമാവുന്നത്? സ്വാഭാവികമായും ഇത് ആക്ഷൻ കൗൺസിൽ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം ഞങ്ങൾ നേരത്തെ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി യമനിലേക്ക് പോകാൻ വേണ്ടി അനുമതി ചോദിച്ച സമയത്തും ഇതേ സമീപനം തന്നെ ഞങ്ങളുടെ ഏതാണ്ട് 3ഓളം റെഡ് പെറ്റീഷനുകളോട്, അമ്മയ്ക്ക് യാത്രാനുമതി ചോദിച്ചുകൊണ്ടുള്ള റെഡ് പെറ്റീഷനുകളോട് ഇതേ സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. കാരണം അവിടെ ഈ പറയുന്ന സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും അവിടെ നയതന്ത്ര ബന്ധങ്ങളില്ലെന്നും നയതന്ത്ര കാര്യാലയം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത്. പിന്നീട് ഞങ്ങൾ കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് കോടതി അമ്മയ്ക്ക് യാത്രാനുമതി നൽകുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ സാഹചര്യത്തിലും കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അനുകൂലമായിട്ടായിരിക്കും കാര്യങ്ങളെന്നാണോ പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായും. കാരണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് മറ്റൊന്ന മറുപടിക്കകത്ത് പറയുന്നത് അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. കഴിഞ്ഞ 1 വർഷവും 3 മാസവുമായി നിമിഷയുടെ അമ്മ യമനിൽ തുടരുകയാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതി തന്ന അനുമതിയുടെ ഭാഗമായി യമനിലെത്തിയ അമ്മ അവിടെ യാതൊരു സുരക്ഷാ പ്രശ്നവും ഇല്ലാതെ യമനിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അമ്മയ്ക്കില്ലാത്ത എന്ത് സുരക്ഷാ പ്രശ്നമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾക്കുള്ളത്? അതിൽ മറ്റൊരു വാദമുണ്ടല്ലോ, ബന്ധുക്കളും ഈ യമൻ പൗരന്റെ ബന്ധുക്കളും തമ്മിലാണ് ചർച്ച നടക്കേണ്ടത് എന്നൊരു വാദമുണ്ടല്ലോ, അത് നിലനിൽക്കുമോ? ആ വാദമാണല്ലോ നേരത്തെ കേന്ദ്ര സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞത്. കാരണം അമ്മയ്ക്ക് 3 തവണ ഞങ്ങൾ കോടതിയിൽ പോയിട്ടാണ് അനുമതി ലഭിച്ചത്. അപ്പൊ അന്ന് കേന്ദ്ര സർക്കാരിന് ഈ സമീപനം ഉണ്ടായിരുന്നില്ല. അതായത് കേന്ദ്ര സർക്കാർ ഈ നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ലാഗ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം നേരത്തെ അമ്മ പോകാൻ വേണ്ടി നിമിഷയുടെ അമ്മ തന്നെ, അമ്മയും അന്ന് ഭർത്താവും മകൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഞങ്ങൾ അനുമതിക്ക് വേണ്ടി കൊടുത്തിരുന്നത്. അന്ന് സുരക്ഷാ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. പിന്നീട് കോടതി അമ്മയ്ക്ക് പോകാൻ വേണ്ടി അനുമതി നൽകുന്നു. ഇപ്പോൾ അമ്മയെ സഹായിക്കാൻ വേണ്ടി ആക്ഷൻ കൗൺസിലിന്റെയും അതോടൊപ്പം തന്നെ കാന്തപുരത്തിന്റെയും മർക്കസിന്റെയും ഒക്കെ പ്രതിനിധികൾ പോകാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് അതിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കൂടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ്. ഞങ്ങൾ മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ പ്രാതിനിധ്യം കൂടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നിമിഷയുടെ ബന്ധുക്കളാണ് ചർച്ചകൾ നടത്തേണ്ടത് എന്ന് പറയുന്നു. നേരത്തെ ബന്ധുവായ അമ്മയായ പ്രേമകുമാരിക്ക് പോകാൻ അനുമതി നിഷേധിക്കുന്നു. ഇപ്പോൾ പറയുന്നു. അതാണ് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ വ്യക്തമാവുന്നത് എന്നുള്ളതാണ്. കോടതിയിൽ ഉൾപ്പെടെ ഇതിൽ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് കൈമലർത്തിയ സർക്കാരാണ്. ഇപ്പോഴും ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ കൃത്യമായി നമ്മൾ മലയാളത്തിനകത്ത് ഒരു ചൊല്ലുണ്ട്, മറ്റേ ഏട്ടിലെ പശുവിന്റെ കാര്യം പറയുന്നത് പോലെ. അപ്പോ ഇതുപോലെ തന്നെ തങ്ങളോട് ചെയ്യുകയുമില്ല, മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കുകയുമില്ല എന്നുള്ള സമീപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നുണ്ടോ എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അവർ ചെയ്യുന്നു. ഞങ്ങൾ ആദ്യം തന്നെ 2020 തൊട്ട് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ ചെയ്യണം, കേന്ദ്ര സർക്കാർ ഈ ചർച്ചകൾ നയിക്കണം, ഞങ്ങൾ ആവശ്യമായ പണം നൽകാമെന്ന് പറയുന്നു. പക്ഷെ അതിന് കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ഞങ്ങൾക്ക് നയതന്ത്രപരമായിട്ടുള്ള പരിമിതികളുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഈ കേസ് വന്ന സമയത്ത് നിങ്ങൾ ഉൾപ്പെടെ മീഡിയ വൺ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതി മുമ്പാകെ വന്ന് പറയുന്നു ഞങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ആ പരിമിതികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ തയ്യാറായി വരുന്ന ആക്ഷൻ കൗൺസിലിനെയോ നിമിഷയുടെ കുടുംബത്തെയോ അത് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഈ സമൂഹം തന്നെയാണ് തിരിച്ചറിയേണ്ടത്. ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു കമന്റ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് എല്ലാം നമ്മുടെ സമൂഹം കാണുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം സർക്കാർ മനസ്സിലാക്കുന്നു. ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ സർക്കാരിൽ ഇനി ഈ വിഷയത്തിൽ പ്രതീക്ഷ ഇല്ലാത്തതുപോലെയാണ് കാര്യങ്ങൾ.